ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എഗ് ഫ്രൈഡ് റൈസ് ആണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കുക എന്നാണ് ഇന്നത്തെ റെസിപ്പി പറയുന്നത്. വളരെ ഈസിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈഡ് റൈസ് റെഡിയാക്കേണ്ടത് ബസ്മതി അരി ഉപയോഗിച്ചിട്ടാണ്. ലോങ് ഗ്രെയിൻ അരി അല്ലാന്നുണ്ടെങ്കിൽ സെല്ല റൈസും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. നല്ലപോലെ കഴുകിയ അരിയിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചതിന് ശേഷം 30 മിനിറ്റ് നേരം ആദ്യം കുതിർത്തി വെക്കണം. 30 മിനിറ്റിന് ശേഷം അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം എടുക്കുക. ഏകദേശം 4-5 കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് വെള്ളം നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് വേണം നമ്മൾ അരി ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഓൾറെഡി കുതിർത്തി വെച്ച അരി നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. ആ അരി വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്ത അരിയാണ്. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള അരി ഒരുപാട് വെന്ത് പോകണ്ട. ഏകദേശം ഒരു 80% കുക്കാവുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ്. ഒരു 7 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ അരി നന്നായിട്ടൊന്ന് വെന്ത് ഒരു 80% കുക്കായിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്കിതൊരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് ഒന്ന് അതിലേക്ക് അരിച്ച് മാറ്റാം. ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഊറ്റിയെടുത്ത അരിയിലേക്ക് നമ്മളിനി നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആ ചൂടോടെ തന്നെ ആ തണുത്ത വെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റൈസ് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ച റൈസ് ഉപയോഗിച്ചിട്ട് ഫ്രൈഡ് റൈസ് റെഡിയാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾ തലേ ദിവസം ഇതുപോലെ റെഡിയാക്കി വെക്കുക റൈസ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതുപോലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ആ റൈസിന് കറക്റ്റായിട്ടുള്ളൊരു പെർഫെക്ഷൻ കിട്ടുക. ഞാനിവിടെ ചെയ്യുന്നത് 2 പേർക്കുള്ള റൈസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയാണ്. നന്നായി ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എള്ളെണ്ണ യൂസ് ചെയ്യാം, അതുപോലെ ഓലിവ് ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ചൂടായിട്ടുള്ള പാൻ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഒരു 2-3 സെക്കൻഡിൽ തന്നെ ഇതുപോലെ മുട്ട സെറ്റായി കിട്ടും. മുട്ട ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം ഒരു സ്പാറ്റുല യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ചിക്കിയെടുക്കുക. സെറ്റാവാതെ ആദ്യമേ തന്നെ മുട്ട സ്പാറ്റുല യൂസ് ചെയ്ത് ചിക്കിയെടുത്താൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്രൈഡ് റൈസിൽ ഒരുപാട് അങ്ങ് ചെറിയ പീസായി കിടക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വലിയ പീസായിട്ട് തന്നെ കിടക്കുന്നതാണ് നല്ലത്. ഏതാണ്ട് ഈ ഒരു അളവിലുള്ള പീസായിട്ട് കിടക്കുന്നതാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഫ്രൈഡ് റൈസ് എപ്പോഴും ചെയ്യുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്വാണ്ടിറ്റി കുറവാണെങ്കിലും അതിനനുസരിച്ചുള്ള വലിയ പാത്രത്തിൽ ഫ്രൈഡ് റൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി റൈസ് റെഡിയാക്കാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗാർലിക്കാണ് ചേർക്കുന്നത്. ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു സമയത്ത് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുത്താൽ. ഫ്രൈഡ് റൈസ് റെഡിയാക്കുന്ന സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യമേ തന്നെ അരിഞ്ഞു വെക്കുക. അരിഞ്ഞു വെച്ചതിന് ശേഷം പെട്ടെന്ന് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു 4-5 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ തന്നെ അരിഞ്ഞു വെക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിൽ ഒരുപാട് അങ്ങ് വാടിയ ചുവ വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് ഡീപ്പ് കുക്ക് ആവണ്ട. ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയാൽ തന്നെ റെഡി ആയിട്ടുണ്ടാവും. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് സോയ സോസും ചേർക്കാം, ലൈറ്റ് സോയ സോസും ചേർക്കാം. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിലേക്ക് കൂടെ തന്നെ റൈസ് കൂടി ചേർത്ത് കൊടുക്കുക. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല തണുത്ത റൈസാണ് നമ്മൾ ഈ ഒരു
ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാനിന് നല്ല ചൂടുണ്ടാവണം. ആ പാനിൻ്റെ ചൂട് ആ റൈസിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തണം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ചൂടിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൂടെ തന്നെ നമുക്ക് റെഡിയാക്കി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ പൊതുവേ ഈ ലാസ്റ്റാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. മുട്ട കൂടി ചേർത്തിട്ട് നല്ല ചൂടിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. എല്ലാ ഭാഗത്തേക്കും ആ ഒരു പാനിൻ്റെ ചൂടെത്തണം. ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസിന് ഉപ്പിടാത്തത് കൊണ്ട് തന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചോറിൻ്റെ ഉപ്പ് ബാലൻസ്ഡ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ വലിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഈ ഒരു പാത്രത്തിലൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഇതുപോലെ ചെയ്യുക. നല്ലപോലെ ചൂടത്ത് മിക്സ് ചെയ്യുക. അടിയിലൊന്നും പിടിക്കാതെ നോക്കുക കേട്ടോ. അതുപോലെ നല്ല വലിയ പാനൊക്കെ ഉള്ളവർ നല്ലപോലെ ഒന്ന് കുലുക്കിയിട്ടൊക്കെ ഫ്രൈഡ് റൈസ് റെഡിയാക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ നല്ല ചൂടോടുകൂടി തന്നെ ഫ്രൈഡ് റൈസ് സെർവ് ചെയ്യുക. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേപോലെയുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രൈഡ് റൈസ് ഒരു ചൈനീസ് ഡിഷ് ആണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.